ഒരു ദിവസവും ഇതുവരെ ഇല്ലാഞ്ഞിട്ടുള്ള ദേവരാ മാഷെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. ആക്ച്വലി ഞാൻ മുമ്പും നവനീതയോടും അച്ഛനോടും പറഞ്ഞിട്ടാണത്. ഞാൻ എങ്ങനെ ഈ കോവിഡ് ടൈമില് നമ്മളെല്ലാവരും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇതായ സമയമാണല്ലോ, വേറെ ഒന്നും പുറത്തേക്കൊന്നും പോകാൻ, ലോക്ക്ഡൗണും അതൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു പയ്യനിരുന്ന് ഇങ്ങനെ ദേവരാജൻ മാസ്റ്റർ, ദേവരാജൻ, ഒരു വല്ലാത്തൊരു സ്ലാങ്ങിൽ. ഞാൻ ആദ്യം വിചാരിച്ച ഫസ്റ്റ് ഇംപ്രഷൻ, ഇതെന്താ ചുമ്മാ ഒരു ജാടയാണല്ലോ. പക്ഷെ അത് സബ്ജക്റ്റ് കേട്ട് വന്നപ്പോൾ കണ്ടന്റ് വരുമ്പോഴത്തേക്കും അതല്ല, സംഭവം കറക്റ്റാണ്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണത്. അങ്ങനെ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി, സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ ഞാൻ അതിലൊരു എന്താ പറയുക, ഒരു ഫാനായി, ഡൈ ഹാർഡ് ഫാനായിപ്പോയി. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് JT പാക്കിൽ തൃപ്പൂണിത്തുറയിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാണാൻ പോയി. അന്ന് പരിചയപ്പെട്ടു, ഫോട്ടോ എല്ലാം എടുത്തു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വിചാരിച്ചു, ഇങ്ങനൊക്കെ ഒപ്പം നമ്മൾക്കൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ സത്യം ഞാൻ വെറുതെ നോട്ട് എന്താ പറയുക, ഞാനത് വെറുതെ ഇത് ചെയ്യുന്നതല്ല. അത് കഴിഞ്ഞിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ് വന്നത്. ഈ ബാങ്ക് എംപ്ലോയീസ് ബീമിൻ്റെ TDM ഉള്ള അവർ ഇങ്ങനെ പ്രോഗ്രാം, നവനീതിൻ്റെ പ്രോഗ്രാം അവർ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാൻ യു പ്രൊവൈഡ് ഓർക്കസ്ട്ര വെച്ചു. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ലോട്ടറി വന്ന് വീണ മാതിരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഐ വിൽ ഡു. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല അതിനകത്ത്. അങ്ങനെ ശ്രുതി ഓർക്കസ്ട്രയുടെ ബാനറിൽ അങ്ങനെ